ചിരകാല സ്വപ്നമായ സ്വന്തം വീട്ടിൽ ഒരു ദിവസം പോലും അന്തിയുറങ്ങാൻ കഴിയാതെ ജപ്തി നേരിടുകയാണ് നെല്ലായ മൗണ്ട്രിക്കടവ് സ്വദേശി എടയാട്ടിൽ വിജയൻ. വീടും സ്ഥലവും ജപ്തി ചെയ്തതോടെ ലോൺ അടയ്ക്കാൻ വീടും സ്ഥലവും നറുക്കെടുപ്പിലൂടെ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. പാലക്കാട് ജില്ലയിലെ നെല്ലായ ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡ് തെക്കുമുറി സ്വദേശിയാണ് 65-കാരനായ എടയാട്ടിൽ വീട്ടിൽ വിജയൻ. 2017 ചെർപ്പളശ്ശേരി അർബൻ ബാങ്കിൽ നിന്നും വിജയൻ 10 ലക്ഷം രൂപ ബിസിനസ് ലോൺ എടുത്തത്. ലോൺ എടുത്തുകൊണ്ട് ചെറിയ രീതിയിൽ ബിസിനസ് ആരംഭിച്ച വിജയൻ സ്വന്തമായൊരു വീട് എന്ന സ്വപ്നത്തിലേക്കും ചുവടുവെച്ച് തുടങ്ങി. കോവിഡ് പിടിമുറുക്കിയതോടെ ബിസിനസ് പരാജയപ്പെട്ട വിജയൻ ലോൺ തിരിച്ചടയ്ക്കാനാവാതെ കടക്കണിയിലായി. പ്രമേഹ രോഗം ഉൾപ്പെടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും വിജയനെ പിടികൂടിയതോടെ തിരിച്ചടവ് മുടങ്ങി ലോൺ തുക ഭീമമായ സംഖ്യയായി മാറി. വീട് പണിയാവട്ടെ പാതി വഴിയിൽ നിലയ്ക്കുകയും ചെയ്തു. ഇതിനിടെ കാലിൽ പഴുപ്പ് ബാധിച്ച് വിജയൻ ഏറെക്കാലം ചികിത്സയിലായിരുന്നു. ഡോക്ടർമാർ കാൽ മുറിച്ചു കളയണമെന്ന് വിധിയെഴുതിയെങ്കിലും ഏറെക്കാലത്തെ ചികിത്സയിലൂടെ പഴുപ്പ് ഭേദമായി. എങ്കിലും സ്ഥിരമായൊരു തൊഴിലിന് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് വിജയൻ. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സഹായത്തോടെയാണ് വിജയൻ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തിയത്. ലോൺ കാലാവധി അവസാനിച്ചതോടെ ബാങ്കുകാർ പണി പൂർത്തിയാവാത്ത വീട് ജപ്തി ചെയ്തു. ഇതോടെ 2 പെൺമക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബവുമായി വാടക വീട്ടിലാണ് ഇപ്പോൾ വിജയൻ താമസിക്കുന്നത്. എങ്ങനെയെങ്കിലും കടബാധ്യത തീർത്ത് ജപ്തി നടപടിയിൽ നിന്നും മോചിതനായി സ്വന്തമായി ചെറിയൊരു വീട് വയ്ക്കണമെന്നാണ് വിജയൻ്റെ ആഗ്രഹം. ഇതിനായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സഹകരണത്തോടെ നിലവിലുള്ള 15 സെന്റ് സ്ഥലവും 1200 സ്ക്വയർ ഫീറ്റ് വീടും കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നൽകി പണം കണ്ടെത്താനാണ് വിജയൻ തീരുമാനിച്ചിരിക്കുന്നത്. ബിസിനസ് സംബന്ധമായിട്ട് ലോൺ എടുത്തതാണ്. 2017 എടുത്തതാണ്. അർബൻ ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ എടുത്തതാണ്. അപ്പോൾ കൊറോണ വന്നതിന് ശേഷം ബിസിനസ് ചെയ്യാനും പറ്റിയില്ല, കട അടയ്ക്കുകയും ചെയ്തു, പണിയെല്ലാം പോയി. പിന്നെ അതിന് ശേഷം അസുഖം കാരണം ഷുഗർ വന്ന് കാലുമ്മൽ ഇൻഫെക്ഷനായിട്ട് കാല് മുറിക്കേണ്ട ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു. പക്ഷെ മുറിക്കേണ്ടി വന്നില്ല. അസുഖം കുറച്ച് 5-6 കൊല്ലം ചികിത്സയിൽ തന്നെയാണ്. ഇപ്പോഴും ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തൊഴിലും നഷ്ടപ്പെട്ടപ്പോൾ ഇത് ലോൺ അടച്ചു തീർക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ കുറച്ച് പൈസ അടച്ചിരുന്നു. 4-5 ലക്ഷത്തോളം അടച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പലിശയിൽ പോയി. ഇപ്പോൾ 10 എടുത്തത് ഇപ്പോൾ 20 ലക്ഷമായിട്ടാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്. അതാണ്. എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോൾ ഈ കൂപ്പൺ എടുത്തിട്ട് 1000 രൂപയുടെ കൂപ്പൺ ടോക്കൺ അടിച്ചിട്ട് വിതരണം ചെയ്തിട്ട് നറുക്കെടുപ്പിലൂടെ ഈ വീട് ആർക്ക് ഫസ്റ്റ് നറുക്ക് കിട്ടുന്നുവോ അവർക്ക് ഈ വീട് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ടോക്കന് 1000 രൂപ. വീടിൻ്റെ ഒരു 80% തേപ്പെല്ലാം കഴിഞ്ഞു. 80% പണി പൂർത്തിയായിട്ടുണ്ട്. കയറി പറ്റി താമസിക്കാൻ പറ്റും. പണി ആ സമയത്താണിത് 12/12/2023 ഇവർ സീൽ വെച്ച് പോയത്. അത് കാരണം ഇതിലേക്കൊന്നും കയറാനോ ഇത് പണിയെടുക്കാനോ അല്ലെങ്കിൽ താമസിക്കാനോ പറ്റാത്തൊരവസ്ഥയായി. ഞാനില്ലാത്ത സമയത്താണ് ഇവർ വന്ന് സീൽ വെച്ചത്. അപ്പം ഞാൻ ഗുരുവായൂർ ഒരു കടയിൽ, ചെറിയൊരു കടയിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് വന്നിട്ടാണ് ഇവരത് സീൽ വെച്ച് പോയത്. ഞാൻ ഇത് തന്നെ ഇത് തന്നെ താമസിക്കുകയും കിടക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പം അതിനും പറ്റാത്തൊരവസ്ഥയായി. ഇപ്പം ഞാനും എൻ്റെ മക്കളും ഇപ്പോൾ കോഴിക്കോട് വാടകയ്ക്കാണ് ഇരിക്കുന്നത്. 1000 രൂപയാണ് കൂപ്പൺ വില. നറുക്കെടുപ്പിലൂടെ 1-ാം സ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് വിജയന്റെ പേരിലുള്ള 80% പണി പൂർത്തീകരിച്ച 1200 സ്ക്വയർ ഫീറ്റ് വീടും 15 സെന്റ് സ്ഥലവും നൽകും. 2-ാം സമ്മാനമായി 2 പേർക്ക് ഫ്രിഡ്ജ്, 3-ാം സമ്മാനമായി 3 പേർക്ക് വാഷിംഗ് മെഷീൻ, 4-ാം സമ്മാനമായി 4 പേർക്ക് മൊബൈൽ ഫോൺ, 5-ാം സമ്മാനമായി 5 പേർക്ക് മിക്സി എന്നിവയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപം കൊടുത്ത ആശ്രയ സമ്മാന പദ്ധതിയിലൂടെ നൽകുന്നുണ്ട്. സന്മനസ്സുള്ളവരുടെ കരുണ തേടി കഴിയുന്ന ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് വാർഡ് മെമ്പർ അരുൺകുമാർ പറഞ്ഞു. എൻ്റെ പേര് അരുൺകുമാർ. ഞാൻ പാലക്കാട് ജില്ലയിലെ നെല്ലായ പഞ്ചായത്ത് 19 മെമ്പറാണ്. എടയാട്ടിൽ വിജയൻ ചേട്ടൻ്റെ അയൽവാസിയാണ്. അദ്ദേഹം ബിസിനസ് ആവശ്യാർത്ഥം ലോൺ എടുക്കുകയും കൊറോണ കാരണം ബിസിനസ് ചെയ്യാൻ കഴിയാതിരിക്കുകയും പിന്നെ അസുഖം കാരണം അതിൻ്റെ ചികിത്സാർത്ഥമായിട്ട് ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഇപ്പോൾ വളരെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലെത്തിയിരിക്കുകയാണ്. ഈ ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വീട് ജപ്തി ചെയ്യുന്നൊരവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് തിരുവനന്തപുരത്തിൻ്റെ അവരുടെ ആശ്രയ സമ്മാന പദ്ധതിയും ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വീട് 1000 രൂപയുടെ 10000 ടോക്കൺ അടിച്ചുകൊണ്ട് വിതരണം ചെയ്ത് അതിൽ സമ്മാനം കിട്ടുന്ന ആൾക്ക് ഈ വീടും സ്ഥലവും അതിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത്. ഈ നല്ലവരായ ആളുകളെല്ലാവരും ഈ ടോക്കൺ എടുത്തുകൊണ്ട് അദ്ദേഹത്തെ പരമാവധി സഹായിക്കാൻ
ശ്രമിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ ഞങ്ങൾ നാട്ടിലുള്ള ആളുകൾ കഴിയാവുന്ന സഹായം അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തിരുന്നു. അത് ഈ പലിശയിലേക്ക് മാത്രമാണ് അടയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് കടം തീരുന്നതിന് വേണ്ടിയിട്ടുള്ള സംഖ്യ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പദ്ധതി വിജയിപ്പിക്കുകയാണെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിനൊരു പുതിയ ജീവിതം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജാമ്യക്കാരുടെ നിൽക്കുന്ന ആളുകൾക്കും ഇപ്പോൾ ഇതിൻ്റെ ഒരു ബാധ്യത വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം ഒരു പ്രയാസത്തിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ ഈ പദ്ധതി വിജയിക്കുകയാണെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഒരു പുതിയ ജീവിതം ഉണ്ടാവുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.